സഹോദരി സഹോദരന്മാരെ, ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. ഇത് ഇന്നത്തെ ദിവസം രണ്ടാമത്തെ വീഡിയോയാണ്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ വേൾഡ് കപ്പ് ഫുട്ബോളിന് സെമി ഫൈനൽ വരെ എങ്ങനെ കാണുന്നു, അതിൽ നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, സൗത്ത് അമേരിക്കൻ കൺട്രി, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു താരതമ്യം ചെയ്യാൻ നോക്കിയത്. പിന്നെ കളിയിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളും, ഫേവറിസം, റാസിസം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ മഹാമഹത്തിൻ്റെ സെമി ഫൈനൽ ഇന്ന് തുടങ്ങണേണ്. ഇന്ന് രാത്രി 12:30 മണിക്ക്, അല്ലെങ്കിൽ നാളെ രാവിലെ എന്ന് പറയാം. സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഒരു ഫൈനൽ പോലെ തന്നെയാണിത്. ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫുട്ബോളിൽ ടോപ്പ് 4 ആദ്യത്തെ 4 റാങ്കുകാരും സെമി ഫൈനൽ കളിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ തൽക്കാലം ഞാൻ ഇന്ന് ചർച്ച ചെയ്യണ, ഇന്ന് രാത്രി നടക്കാൻ പോണ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള കളിയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഫിഫ വേൾഡ് കപ്പ് 2026 ഇതുവരെ ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഫ്രാൻസ് തന്നെ. ഫ്രാൻസ് കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിൽ വന്നാണ്. ഫൈനലിൽ വന്നിട്ട് അർജൻറ്റീനയോട് തോറ്റു. അത് അർജൻറ്റീന അവസാന നിമിഷം പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ജയിച്ചത്. ആ രീതിയിൽ എത്തിച്ചത് എംബാപ്പയാണ്. എംബാപ്പ ഇന്ന് ഫ്രാൻസ് ടീമിൻ്റെ ക്യാപ്റ്റനാണ്. 2018 റഷ്യയിൽ നടന്നപ്പോൾ ഫ്രാൻസ് ആയിരുന്നു ചാമ്പ്യൻ. അവർ ചാമ്പ്യന്മാരാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കൺസിസ്റ്റൻസി നോക്കിക്കഴിഞ്ഞാൽ 1998 മുതൽ ഫ്രാൻസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ്. 98 അവർ ചാമ്പ്യന്മാരായി. ഫ്രാൻസിൽ തന്നെ ആയിരുന്നു ആ വേൾഡ് കപ്പ്. പിന്നെ ഇതുവരെയുള്ള കളികളിൽ 2002 ബ്രസീലാണ് ജയിച്ചത്, 2006 ഇറ്റലി ജയിച്ചു. ഇറ്റലി ഒന്നും ഒരു ഫേവറേറ്റ് ആയിരുന്നില്ല. 2010 സ്പെയിനിൻ്റെ ഒരു തള്ളിക്കയറ്റം, ആദ്യമായിട്ട് അവർ വേൾഡ് കപ്പ് നേടുന്നത് കണ്ടു. 2014 ബ്രസീലിൽ നടന്നു കഴിഞ്ഞപ്പോൾ ജർമ്മനിയാണ് ജയിച്ചത്. 2014 സെമി ഫൈനൽ കളിച്ചത് അർജൻറ്റീനയാണ് അവർക്കെതിരെ. 2018 ചെന്നപ്പോൾ അർജൻറ്റീന ഔട്ടായി. 2022 ഖത്തറിൽ അർജൻറ്റീന ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ട് മുന്നിലാണ് വന്നത്. സ്പെയിനാണെങ്കിൽ ഈ പറയുന്ന പോലെ 2010 കപ്പടിക്കുന്നതിന് മുമ്പ് 1982 സ്പെയിനിൽ നടന്ന കളിയിൽ അവിടെ പക്ഷേ ഇറ്റലിയാണ് ജയിച്ചത്. അല്ലാണ്ട് കാര്യമായിട്ട് അവരുടെ ഒരു സെമി ഫൈനൽ അപ്പിയറൻസ് ഇല്ല. ഇവർ തമ്മിൽ വേൾഡ് കപ്പിൽ ഇതുവരെ കളിച്ചേക്കണത് ഒരേ ഒരു കളിയുള്ളൂ. 2006 വേൾഡ് കപ്പിൽ സിദാൻ്റെ ടീമായിട്ട് സ്പെയിൻ കളിച്ചിട്ട് സ്പെയിൻ തോക്കുക ചെയ്ത് 3-1 ഇതിലാണ് തോറ്റത്. ആ കളിയിൽ ഒരു പെനാൽറ്റി കിട്ടിയിട്ട് ഡേവിഡ് വില്ലയുടെ ഒരു ഗോളിൽ ആദ്യം ഗോളടിച്ചത് സ്പെയിനാണ്. പിന്നീട് ഫ്രാങ്ക് റിബറി, പാട്രിക് വിയേര, സിനദിൻ സിദാൻ ടകടകയെന്നും ഒരു 3 ഗോൾ അടിച്ചിട്ട് 3-1 അവരെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഇതുവരെയുള്ള വേൾഡ് കപ്പിലെ ഒരു അപ്പിയറൻസ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് സ്പെയിൻ തീരെ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ യൂറോപ്യൻ നേഷൻസ് കപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടാണ് സ്പെയിൻ
ജയിച്ചത്. അത് 2025 ജൂൺ 5 സ്പെയിൻ 5-4 ഫ്രാൻസിനെ തോൽപ്പിച്ചു. ഏറ്റവും കൂടുതൽ ഗോളുകൾ വീണ ഒരു കളിയാണ്. യൂറോ കപ്പ് അതിന് മുമ്പ് 2024 സ്പെയിൻ ഫ്രാൻസിനെ 2-1 തോൽപ്പിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു. 2021 ഫ്രാൻസാണ് യുവേഫ നേഷൻ കപ്പ് ജയിച്ചത്. പിന്നെ കുറേ ഫ്രണ്ട്ലിയും അങ്ങനെയുള്ള കളികളൊക്കെ കളിച്ചത്. അപ്പോൾ ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും ഇതുവരെയുള്ള വേൾഡ് കപ്പ്, അതുപോലെ തന്നെ ഫ്രണ്ട്ലി, ബാക്കി എല്ലാ കളികളും കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിൽ ഫ്രാൻസും സ്പെയിനും കൂടി ഒരേ ഒരു കളി കളിച്ചിട്ടുള്ളൂ. അതിൽ 3-1 സ്പെയിൻ ജയിച്ചു. ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ 2 കളി കളിച്ചു. അതിൽ ഒരെണ്ണം ഡ്രോയായി, ഒരെണ്ണം സ്പെയിൻ ജയിച്ചു. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ 5 കളി കളിച്ചു. 2 ഫ്രാൻസ് ജയിച്ചു, 2 സ്പെയിൻ ജയിച്ചു, ഒരെണ്ണം ഡ്രോയായി. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ക്വാളിഫയേഴ്സിൽ 2 കളി കളിച്ചു. അതിൽ 2 ഫ്രാൻസാണ് ജയിച്ചേക്കുന്നത്. നേഷൻ ലീഗിൽ 2 കളിയിൽ ഒരെണ്ണം ഫ്രാൻസ്, ഒരെണ്ണം സ്പെയിൻ. മൊത്തം കോമ്പറ്റീഷനിൽ 12 കളിയാണ് ഇവർ തമ്മിൽ കളിച്ചേക്കുന്നത്. അതിൽ 6 ഫ്രാൻസ് ജയിച്ചു, 4 സ്പെയിന് ജയിക്കാൻ പറ്റിയേക്കുന്നത്. ഫ്രണ്ട്ലി കളിച്ചേക്കുന്നത് 26. പക്ഷേ ഫ്രണ്ട്ലിയിൽ ഫ്രാൻസിന് 7 ജയിക്കാൻ പറ്റുള്ളൂ, 14 ജയിച്ചേക്കുന്നത് സ്പെയിനാണ്. ഇതാണ് ഇവരുടെ ഹിസ്റ്ററി. ഇനി ഫ്രാൻസിൻ്റെ ടീമിനെ കുറിച്ച് പറഞ്ഞാൽ, ഫ്രാൻസാണ് ഞാൻ കണ്ടേക്കണതിൽ ഏറ്റവും ബെസ്റ്റ് ടീം. അവർ അവസാനം മറ്റേ വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 1998 സിഡാൻ്റെ ടീമായിരുന്നു. പക്ഷെ സിഡാൻ ഒറ്റക്കായിരുന്നില്ല. സിഡാൻ്റെ കൂടെ ഫ്രാങ്ക് റിബറിയും പാട്രിക് വിയേരയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ടീമാണ് ഇപ്പോൾ ഫ്രാൻസിനും ഉള്ളത്. അതിനേക്കാളും കുറേ കൂടി ബെറ്റർ ആണെന്ന് പറയും. അതായത് 2002 ബ്രസീൽ ടീമിനെ ഓർക്കണ്ടെന്ന് എനിക്ക് ആൾക്കാർ ഓർക്കണുണ്ടാവും. 3 Rs റിവാൾഡോ, റൊണാൾഡോ, റൊണാൾഡീനോ, ഈ 3 പേരും കളിക്കണം. അതേപോലെ ഒരു കോമ്പിനേഷനാണ് ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിൻ്റെ ഒരു ടോപ്പ് ഓർഡർ എന്ന് പറഞ്ഞാൽ. അതവരുടെ ക്യാപ്റ്റനായ കെലിയൻ എംബാപ്പെ, 27 വയസ്സേ ഉള്ളൂ പുള്ളി. പിന്നെ ഉസ്മാനെ ഡെംബലെ 29 വയസ്സുണ്ട്. പിന്നെ മൈക്കൽ ഒലീസെ 24 വയസ്സേ ഉള്ളൂ. ഇവർ 3 വളരെ ടോപ്പ്, അവരുടെ കരിയറിൻ്റെ പീക്കായിട്ട് കളിച്ചുകൊണ്ടിരിക്കണേ. അതിൽ ഡെംബലെ 5 ഗോൾ അടിച്ചു കഴിഞ്ഞു, എംബാപ്പെ 8 ഗോൾ അടിച്ചു. മൈക്കൽ ഒലീസെ ഗോളൊന്നും അടിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്തേക്കുന്നത് ഒലീസയാണ്, 5 അസിസ്റ്റാണ് ഉള്ളത്. ഇവരല്ലാതെ മാർക്കസ് തരുൺ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. ബാർക്കോള ഉണ്ട്. ഇവർക്കൊക്കെ 23 വയസ്സൊക്കെയുള്ള കളിക്കാരാണ്. അപ്പോൾ അവരുടെ ടോപ്പ് ഓർഡർ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ടോപ്പ് ഓർഡർ ഇപ്പോൾ കളിക്കണ വേൾഡ് കപ്പിൽ വേറെ ആർക്കും ഇല്ലെന്നാണ് ഞാൻ പറയണത്. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആണ്. മാനു കോനെ, മാക്കിനസ്, എങ്കോളോ കാണ്ടെ. പുള്ളിയൊന്നും അധികം കളിച്ചിട്ടില്ല, പുള്ളി ഇത്തിരി പ്രായം കൂടുതലാണ്, അത് കാരണം സബ്സ്റ്റിറ്റ്യൂട്ടാണ് വരുന്നത്. പിന്നെ റയാൻ ചേക്രി, ആഡ്രിയാൻ റാബിയോറ്റ്, പിന്നെ പിള്ളേർ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇപ്പോഴും ബെഞ്ചിലിരിക്കുന്നുണ്ട്, കളിക്കാനേ ചാൻസ് കിട്ടിയിട്ടില്ല. ഡിഫൻഡേഴ്സ് മാർവലസ് ആണ്. അത് റോബർട്ടോ കാർലോസൊക്കെ പോലെയുള്ള കളിക്കാരൊക്കെ ഉണ്ട് അവർക്ക്. ജൂലിയസ് കൊണ്ടെ, ഡായോട്ട്, ലൂക്കാസ് ഡിങ്കെ,
മാർലോ ഗെസ്റ്റോ, ഇബ്രാഹിമ കോണ്ടെ, വില്യം സലീബ. പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറാണ്. ലൂക്കാസ് ഹെർണാണ്ടസ്, ബെഞ്ചിലിരിക്കണവരുണ്ട്, നമ്മളൊന്നും കേൾക്കാത്ത പേരുകൾ വരെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അവരുടെ ഗോൾ കീപ്പർ. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കുറച്ച് ഗോൾ വാങ്ങിച്ചേക്കുന്ന സ്പെയിനാണ്. ക്വാർട്ടർ ഫൈനൽ വരെ അവർ ഒരു ഗോളും അവരുടെ വലയിൽ ആർക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. ബെൽജിയമാണ് ആദ്യമായിട്ട് അവരുടെ വല കിളിക്കിയത്. അതായത് ഒരു ഗോളാണ് അവർക്ക് അടിക്കാൻ പറ്റിയത്. എന്ന് വെച്ച് ഫ്രാൻസ് മോശമൊന്നുമല്ല. ഫ്രാൻസിൻ്റെ വലയിൽ ഇതുവരെ ആകെ 2 ഗോളേ വീണിട്ടുള്ളൂ. സ്പെയിനിൻ്റെ വലയിൽ 1 ഗോള് വീണിട്ടുള്ളൂ. ഇനി ഇവരുടെ കളിക്കാരുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ സ്പെയിനിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനിന് യമാൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ 1 ഗോളാണ് ആകെ അടിച്ചേക്കുന്നത്. 23 ഷോട്ട് അടിച്ചിട്ടുണ്ട്. അതിൽ 10 ടാർഗറ്റിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണവും ഗോളായിട്ടുണ്ട്. നിക്കോ വില്യംസൊക്കെ ഫുൾ ടൈം കളിക്കാറില്ല. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു സ്ട്രൈക്കർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവരുടെ സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ഈ മൈക്കൽ ഒരിസാബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ആണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചേക്കുന്നത്. 4 ഗോൾ അടിച്ചിട്ടുണ്ട്, 1 അസിസ്റ്റ് ഉണ്ട്, 20 ഷോട്ട് അടിച്ചിട്ടുണ്ട്. അതിൽ 10 ടാർഗറ്റിൽ കയറിയിട്ടുണ്ട്. പക്ഷേ നോക്കൗട്ട് സ്റ്റേജിൽ അയാളുടെ കളി വളരെ മോശമാണ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കും. മൈക്കിൾ ഈ 21 ജേഴ്സി നമ്പറുള്ളതാണ്. കഴിഞ്ഞ 3 കളിയിൽ പുള്ളി ടോട്ടലി ഔട്ട് ഓഫ് ഫോമാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അലക്സ് ബൈന എന്നും പറഞ്ഞ 15 നമ്പർ കളിക്കാരന്. പുള്ളി 1 ഗോൾ അടിച്ചിട്ടുണ്ട്. ആകെ 9 ഷോട്ട് അടിച്ചിട്ടുള്ളൂ. അതിൽ 4 ടാർഗറ്റിലെത്തിയിട്ടുണ്ട്. പുള്ളിനെ എല്ലാ പ്രാവശ്യവും ഏറ്റവും ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു താരമായിട്ട് വരണം. പുള്ളിയൊക്കെ കഴിവുള്ളതാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിൽ സത്യം പറഞ്ഞാൽ 1 ഗോൾ അടിച്ചതല്ലാതെ അയാളുടെ പെർഫോമൻസ് തീരെ മോശമായിരുന്നു. പിന്നെ അവരുടെ നമ്പർ 10 നാനി ഓൾമോ എന്ന് പറഞ്ഞ പുള്ളി 1 ഗോളും അടിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരാളാണ് അയാൾ. 20 ഷോട്ട് അടിച്ചിട്ടുണ്ട്. 20 അല്ല, 10 ഷോട്ട് അടിച്ചിട്ടുണ്ട്. അതിൽ 1 മാത്രമാണ് ആകെ പോസ്റ്റിൻ്റെ അടുത്തുകൂടി പോയേക്കണം. പിന്നെ ഫെറാൻ ടോറസ് 10 ഷോട്ടിൽ 2 ആ പാട് പോസ്റ്റിൻ്റെ അടുത്തുകൂടി പോയേക്കണം. പിന്നെ പെഡ്രി നമ്പർ 20 നന്നായിട്ട് കളിക്കുന്നതാണ്. അദ്ദേഹവും ഈ പറയുന്ന പോലെ 4 ഷോട്ട് അടിച്ചിട്ട് 1 പോസ്റ്റിൻ്റെ അടുത്തുകൂടി പോയേക്കുന്നത്. ഈ കുബ്രാസി എന്ന് പറഞ്ഞ 22 നമ്പർ കളിക്കാരൻ 3 ഷോട്ട് അടിച്ചിട്ട് 1 പോസ്റ്റിൻ്റെ അടുത്തുകൂടി പോയേക്കണം. പിന്നെയുള്ളത് അവരുടെ ലെഫ്റ്റ് വിങ് ബാക്ക്, റൈറ്റ് വിങ് ബാക്കാണ് തോന്നുന്നത്, മാർക്ക് കുക്കുറയെല്ലാം നന്നായിട്ട് കളിക്കുന്നുണ്ട്. മുഴുവൻ ഗ്രൗണ്ടിലും ഓടി നടന്ന് കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അയാൾ സമ്മതിക്കണം. അവരുടെ ടീമിൽ ഏറ്റവും കൂടുതൽ സ്പേസ് കവർ ചെയ്ത് കളിക്കണ അദ്ദേഹമാണ്. പുള്ളി ഡിഫൻഡറാണ്. 4 ഷോട്ട് അടിച്ചിട്ട് അതിൽ 3 പുള്ളിക്ക് പോസ്റ്റിലെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ഡിഫൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. ഗോൾ കീപ്പർ മോശമൊന്നുമല്ല. മിഡ്ഫീൽഡും കുഴപ്പമൊന്നുമില്ല. ഡിഫൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പയ്യനാണ്, 19 വയസ്സുള്ള ഒരു പയ്യനാണ് സ്പെയിനിൻ്റെ എന്താ പറയണ ഡിഫൻഡ് നോക്കണമെന്ന് പറയുമ്പോൾ ഇതിൽ കളി നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്കൽ ഒസബാലൊക്കെ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്ത് ഗോള് ആദ്യം 4 ഗോൾ അടിച്ചത് പിന്നെ ഈ പ്രാവശ്യം പിന്നെ അടിച്ചിട്ടേ ഇല്ല. അയാളൊക്കെ നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ ഫ്രാൻസിനെ ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞ 2 കളികളിലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവസാനം വരുന്ന മൈക്കൽ മറീനോ എന്ന് പറഞ്ഞ 6 നമ്പർ കളിക്കാരനാണ് അവരുടെ പ്രീ ക്വാർട്ടർ ഫൈനലും ക്വാർട്ടർ ഫൈനലും ജയിക്കാനായിട്ട് മെയിൻ കാരണക്കാരൻ. അദ്ദേഹത്തിനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 നമ്പർ ഈ അലക്സ് ബൈനനെയൊക്കെ മാറ്റിയിട്ട് ഫസ്റ്റ് 11 ഇറക്കണം. ലാമിൻ യമാലൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അലക്സ് ബൈമിനെ മാറ്റിയിട്ട് മൈക്കൽ മറീനോ ഇറക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും മെയിൻ സ്ട്രൈക്കർ മൈക്കൽ
എറാബ്സി നന്നായിട്ട് ഇനി ഗോൾ സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ജയിക്കില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ക്വാർട്ടർ ഫൈനലിൽ ഗോൾ അടിച്ച ഫാബിയൻ റൂയിസ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് 8-ാം നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുള്ളിനെ മാറ്റി ചെയ്ത് പുള്ളി നന്നായിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് 11 എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്, അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. സ്പെയിനിന് പക്ഷേ ഗോൾ അടിക്കണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വരുത്തിയേ പറ്റൂ. ഗ്രൂപ്പ് ലെവലിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മെയിൻ സ്ട്രൈക്കറൊക്കെ ഗോൾ അടിച്ചായിരുന്നു, 4 ഗോളൊക്കെ അടിച്ചായിരുന്നു. ബാക്കി ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. പിന്നെ ഫെറാൻ ടൊറോസ് അദ്ദേഹമൊന്നും ഗോൾ അടിച്ചിട്ടില്ല. നിക്കോ വില്യംസ് അവരുടെ 17-ാം നമ്പർ കളിക്കാരനാണ്, പുള്ളി സബ്സ്റ്റിറ്റ്യൂട്ടാണ് വരുന്നത്. പക്ഷേ പുള്ളിയും ഗോളൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. നിക്കോ വില്യംസ് പോലെയുള്ള കളിക്കാരൊക്കെ നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ ഫ്രാൻസിനെ തോപ്പിക്കാൻ പറ്റത്തില്ല. പെട്രി ഉണ്ട്, നന്നായിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ ഫ്രാൻസിനെ തോപ്പിക്കണമെങ്കിൽ നല്ല സ്ട്രൈക്കേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്യാതെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ കളിയിൽ ഏഡിച്ചുള്ളത് ഫ്രാൻസാണ്. ഫ്രാൻസ് ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി കളി കണ്ടിട്ട് പറയാം. ഓക്കെ.